ഹലോ ഗൈസ്, ഇന്ന് ദച്ചിൻ്റെ ബുക്കിന് പൊതിയിടാൻ പോകുന്നു. എല്ലാവരും വീഡിയോ ഉണ്ടോ ഗൈസ്? അപ്പോൾ ദച്ച് പറഞ്ഞ പോലെ അവൻ്റെ ബുക്കിനൊക്കെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ വീഡിയോ കവർ ചെയ്യാൻ അറിയാത്ത ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുത്തത്. ആദ്യത്തെ പണി എന്ന് പറയുമ്പം ഈ ഒരു കവർ നമ്മൾ ബുക്സിന് എത്രയാണോ നമുക്ക് പൊതിഞ്ഞെടുക്കാൻ ആവശ്യമായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബുക്സ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് ഭാഗവും ഇത്തിരി കടന്ന് നിൽക്കുന്ന രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ചട്ട നമ്മൾ ഇതിനേക്കുള്ളിലേക്ക് ആക്കിയിട്ട് ഒരു വശം ഇതുപോലെ കവർ ചെയ്തെടുത്തതിന് ശേഷം മറുവശവും ഒരേപോലെ ചെയ്തെടുക്കുക കേട്ടോ. പുതിയ ബുക്കൊക്കെ ആകുമ്പോൾ നമുക്കിത് മറിച്ച് രണ്ട് സൈഡും ഒരുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മളിതാ ഇതുപോലെ ബുക്കിന് നേരെ അടച്ചു വെച്ചിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചു കൊടുക്കുക. അങ്ങനെ ബുക്കിൻ്റെ രണ്ട് വശവും ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, കത്രിക വെച്ചിട്ട്. അതായത് ബുക്കിൻ്റെ ആ ഒരു എല്ലാ ഭാഗവും വരുന്ന ജോയിൻ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമുക്ക് മടക്കിയെടുക്കുമ്പം വളരെ ഈസി ആയിട്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ രണ്ട് വശവും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ഓപ്പൺ അവിടെ വെച്ച് കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ഇനി ഇതുപോലെ ഈ ഒരു വശവും നമ്മൾ നേരത്തെ മടക്കിയതുപോലെ നല്ല നീറ്റായിട്ട് മടക്കിയെടുക്കാം. മടക്കിയെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിലുള്ള ബുക്കിൻ്റെ മറ്റ് പേജസ് ഒന്നും അതിലേക്ക് ഉള്ളിലേക്ക് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മളിത് പിൻ ചെയ്യും ലാസ്റ്റ്. അപ്പോൾ പിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും അത് അയച്ചെടുക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കവറ് മാത്രം അതിൽ പൊതിഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതായത് പോലെ നന്നായിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പം അവർ ഇത്തിരി അത് ശ്രദ്ധിക്കാനൊക്കെ അവർക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ പിൻ ചെയ്തുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് സ്റ്റാപ്ലർ അടിക്കണം. അതിനായിട്ട് നമ്മൾ എങ്ങനെയാണോ മടക്കിയെടുത്തത് ആ ഭാഗം തന്നെ അങ്ങോട്ട് സ്റ്റാപ്ലർ അടിക്കാതെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല നീറ്റായിരിക്കും കേട്ടോ, പുറത്തേക്കൊന്നും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ല. അപ്പോൾ അത് അങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക. അതേപോലെ അതിൻ്റെ അപ്പുറത്തെ വശവും ചെയ്തെടുക്കുക. കണ്ടില്ലേ, ആ ഒരു നമ്മൾ എന്താ പറയുക പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെ ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ഈ ഒരു വിധത്തിലൊന്ന് മടക്കി എടുത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് പണ്ട് മുതലേ നമ്മളൊക്കെ പൊതിഞ്ഞൊക്കെ നമുക്ക് ശീലം ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് പെട്ടെന്ന് ആദ്യമായിട്ടൊക്കെ പൊതിയിടുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ അടിക്കാറുണ്ടല്ലോ, ഇതെങ്ങനെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ട് വശവും അതേപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ഈ മടക്കുന്ന സംഭവം മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ. അത് രണ്ട് വശവും ഒരേപോലെ നമ്മൾ പിന്നിൻ്റെ നേരെയുള്ള ഭാഗം നമ്മൾ എന്താ പറയുക തിരിച്ചടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ സ്റ്റാപ്ലർ 4 വശത്തും ഒരുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. കാരണം അത് പെട്ടെന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 4 വശത്തും ഞാൻ ഒരുപോലെ സ്റ്റാപ്ലർ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ബുക്സ് ഇതുപോലെ കവർ ചെയ്യാൻ അറിയില്ല എന്നുള്ളവർക്ക് തീർച്ചയായും ഇത് യൂസ്ഫുൾ ആകും. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലെ കവർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അയച്ചു കൊടുക്കുക. ബൈ ബൈ.